നമസ്കാരം. എമ്പുരാൻ എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിന് ഒരുപാട് ഹൈപ്പാണ്. വെൽക്കം ബാക്ക് ഗൈസ്. അപ്പൊ മലയാളത്തിന്റെ സ്വന്തം എമ്പുരാൻ ജൈത്രയാത്ര തുടരുകയാണ്. അപ്പോൾ പബ്ലിക് ഒപ്പീനിയൻസ് എല്ലാം പോസിറ്റീവ് ആണ്. നെഗറ്റീവ് മറ്റു പലതും ഉണ്ട്, രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ വേറെ വീഡിയോകളൊക്കെ ചെയ്തിരുന്നു. അതിന്റെ പല പല ഒപ്പീനിയൻസ്, അതൊക്കെ മറുഭാഗം. പക്ഷെ പോസിറ്റീവ് പറയുന്നവർക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് പടം. മമ്മൂട്ടി ഫാൻസിനായാലും ഏത് ഫാൻസിനൊക്കെ ആയാലും അതിന്റെ മേക്കിങ്ങിനെ കുറിച്ച് വളരെ അധികം വാചാലരാകുകയാണ് ആൾക്കാർ. പുറത്ത് ഇവിടെയുമൊക്കെ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് പടത്തിനെ കുറിച്ച്. പക്ഷെ ഇതിനകത്ത് ഇപ്പൊ ഇദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ കൊറിയൻ ആക്ടറിനെയൊക്കെ കൊണ്ടുവന്നിട്ടുള്ള സംഭവം, അത് പുള്ളി ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആക്ടറാണ് എന്നൊക്കെ പറയുന്നു. അപ്പൊ ഈ വീഡിയോ കാണാനിടയായി. അപ്പൊ അതുകൊണ്ട് ചെറിയൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അത് ഒരു ഹോളിവുഡ് ആക്ടറാണ്, റിക് യൂൺ എന്ന് പറഞ്ഞിട്ട്. അത് ഇതിനോടൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. ഡൈ അനദർ ഡേ പോലുള്ള വലിയ ഹോളിവുഡ് പടങ്ങളിലൊക്കെ അഭിനയിച്ച ആക്ടറാണ് അദ്ദേഹം. ഒരു അമേരിക്കൻ ആക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിന് മലയാളികൾക്ക് പരിചയമില്ല. അതുകൊണ്ടിട്ടാണ് മലയാളികൾ പറയുന്നത് അതിന് വേറെ ആരെങ്കിലും ആയാൽ മതിയായിരുന്നു, ഒരു പരിചിത മുഖമായാൽ മതിയായിരുന്നു, അമീർ ഖാൻ ആയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അമീർ ഖാന്റെ പെങ്ങൾ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. പൃഥ്വിരാജ് വിളിച്ചാൽ അമീർ ഖാൻ വരും, അമീർ ഖാൻ വന്ന് ചെയ്യാം. പക്ഷെ അതുകൊണ്ടായില്ലല്ലോ. അത് ഒരു മൂന്നാം ഭാഗത്തിലേക്കൊക്കെ പോകുന്ന പടമാണ്. അപ്പൊ അതിന് റിക് യൂണിന് നിർണായകമായിട്ടുള്ള റോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കഥയിലും മറ്റു വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് റിക് യൂണിനെ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മലയാളത്തിലെ ഒരു പ്രമുഖ റിവ്യൂവർ അശ്വന്ത് കോക്ക് എന്ന് പറഞ്ഞ ആള് പറഞ്ഞ ഇതേമാതിരി എന്തുകൊണ്ട് ചൈനീസ് കുക്കിനെ കൊണ്ടുവന്ന് പറഞ്ഞ നിഷേധിത്തരം. പുള്ളി നിഷേധിയാണല്ലോ, നിഷേധത്തരമൊക്കെ പറയുന്ന ആളാണല്ലോ. എന്നിരുന്നാലും ഒരു തമാശ. പക്ഷെ അതിന്റെ പിന്നിലുള്ള പല കാര്യങ്ങളും ആൾക്കാർ ഓർക്കൂല. അപ്പൊ അതൊക്കെയാണ് അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. റിക് യൂണിനെ പോലെ ഒരു ഹോളിവുഡ് ആക്ടറിനൊക്കെ കൊണ്ടുവരാൻ കഴിയുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ്. അത് പൃഥ്വിരാജിനെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യമാണ്. പൃഥ്വിരാജ് ചെയ്തു മലയാളം സിനിമയിൽ ഒരു ഹോളിവുഡ് ആക്ടറിനെ, റിക് യൂണിനെ പോലെ ഒരു ഹോളിവുഡ് ആക്ടറിനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് മലയാള സിനിമയുടെ ഒരു വളർച്ചയാണത്. വളർച്ചയായിട്ട് എടുക്കണം. അത് മലയാളികൾ അത് മനസ്സിലാക്കിയിട്ടില്ല. അതറിയാൻ പാടില്ലാത്തതുകൊണ്ടിട്ടാണ്, പരിചിത മുഖമല്ലാത്തത് കൊണ്ടിട്ട് അതിന്റെ കുറ്റം പറയുന്നത് ശരിയല്ല. അത് മലയാള സിനിമയുടെ വളർച്ചയാണ്. ഒരു മലയാള സിനിമ നമുക്കൊരു ഗ്ലോബൽ ഓഡിയൻസിന് കാണിക്കത്തക്ക രീതിയിൽ ഒരു ഗ്ലോബൽ ഓഡിയൻസിന് പരിചിതമായിട്ടുള്ള ഒരു മുഖം അതിനകത്ത് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞതിന് പൃഥ്വിരാജിനൊരു വലിയ അഭിനന്ദനങ്ങൾ ഇതിനകത്ത് അറിയിക്കുകയാണ്, പൃഥ്വിരാജിനും എമ്പുരാൻ ടീമിനും. അപ്പൊ ഇങ്ങനെയുള്ള പല ഇൻട്രൊഡക്ഷൻസിലൂടെയും പല പല ഇന്റർനാഷണൽ ആക്ടേഴ്സിനും സ്ക്രീൻ റൈറ്റേഴ്സ് അങ്ങനെ പല പല ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മലയാള സിനിമ വളർത്താൻ കഴിയത്തക്ക വിധം പൃഥ്വിരാജ് പല കാര്യങ്ങളും വീക്ഷണത്തോടുകൂടി കണ്ടാണ് ഈ കാര്യം ചെയ്തിരിക്കുന്നത്. അപ്പൊ അൺഡൗട്ടഡ്ലി പൃഥ്വിരാജ് ഇസ് ദി അംബാസിഡർ ഓഫ് മലയാളം മൂവി. പൃഥ്വിരാജ് ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ കാര്യമല്ല. അപ്പൊ ആ കാര്യത്തിന്റെ വലിപ്പം ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല. ഇനി ഭാവിയിൽ പല പല പടങ്ങളിലും ഇന്റർനാഷണൽ ആക്ടേഴ്സ് വരാനും, അതുപോലെ തന്നെ മലയാളം പടം ഒരു ഇന്റർനാഷണൽ ഓഡിയൻസിന് മലയാള പടത്തിന്റെ മഹാത്മ്യം അത് മാത്രമല്ല, മലയാള പടത്തിന് മാത്രമല്ല കേരളത്തിന്റെ കൂടി മഹാത്മ്യം ഒരു ഇന്റർനാഷണൽ ഓഡിയൻസിന് മനസ്സിലാത്തക്ക വിധം ഒരു ഗ്ലോബൽ മാപ്പിൽ കേരളത്തിന് അമ്മാരി ഒരു സ്ഥാനം നൽകാൻ ഇത് സഹായിക്കും. അതുകൊണ്ട് ഇതൊരു വലിയ ഒരു കാൽവയ്പ്പാണ് പൃഥ്വിരാജിന്റെ ഭാഗത്തുനിന്ന്. റിക് യൂൺ എന്ന് പറയുന്നതാണ് ഈ എന്താ പറയുക, ഈ പുറത്തൊക്കെ നമുക്ക് ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ എടുത്തേക്കുന്ന കാരണം ഇതിനകത്തൊരു വലിയൊരു സ്റ്റാർ പവർ എന്ന് പറയുന്നത് റിക് യൂണിനാണ്. അത് മലയാളം പ്രേക്ഷകർക്ക് അറിയാൻ പാടില്ല. അപ്പൊ ഇനിയും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവട്ടെ, അതിന് പ്രോത്സാഹനം ഉണ്ടാകട്ടെ. ഈ അശ്വന്ത് കോക്കനെ പോലുള്ള ചില ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് നിഷേധനം പറഞ്ഞ ചൈനീസ് കുക്ക് എന്നൊക്കെ പറഞ്ഞിങ്ങനെ എന്താ പറയുക ഒരു നല്ല കാര്യത്തിനെ ബിലിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള രീതികൾ ഒഴിവാക്കുമാറാകട്ടെ എന്ന് നമുക്ക് ഇതിനോടകം പറഞ്ഞു വെക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതാണ് കാര്യങ്ങൾ. അപ്പൊ നമുക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെ പുച്ഛിച്ചിട്ട് കാര്യമില്ല, അറിയാൻ ശ്രമിക്കുക. അപ്പോൾ അതൊരു വലിയൊരു കാൽവയ്പ്പാണ്. ഇനിയും പല ഇന്റർനാഷണൽ ആർട്ടിസ്റ്റിനെയൊക്കെ മലയാള സിനിമയിലൂടെ പരിചയപ്പെടുത്തി മലയാളികൾക്കും അതുപോലെ തന്നെ മലയാള സിനിമ ഗ്ലോബൽ ഓഡിയൻസിനും പരിചയപ്പെടുത്താനായിട്ട് കഴിയുമാറാകട്ടെ. അതിൻ്റെ ഒരു ആദ്യ കാൽവയ്പ്പ് ഇതായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. സന്തോഷത്തോടു കൂടി സെലിബ്രേറ്റിംഗ് ദ ഗ്രാൻഡ് സക്സസ് ഓഫ് എമ്പുരാൻ.